മലയാളികൾ ഇപ്പോൾ ഓണത്തിരക്കിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഓരോ വിഭവങ്ങളുടെ കൂടെ പായസമൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെയായി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള കമ്മ്യൂണിറ്റി ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പായസമായിട്ട്, ഓണപ്പായസം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഓണപ്പായസത്തിലേക്ക് മാമ്പഴ പായസം. ഇത് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പേരെന്താണെന്ന് അറിയണ്ടേ? പൂജ പുഷ്പം ചേച്ചി. അപ്പോൾ ചേച്ചി ഇന്നൊരു പായസം ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മുടെ ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി പൂജ പുഷ്പം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. പുഷ്പം എന്നത് എൻ്റെ അമ്മയും എൻ്റെ പപ്പയും ഇട്ട പേരാണ്. പക്ഷേ നമുക്ക് പാർക്കാൻ എന്ന സിനിമയിലേക്ക് ഞാൻ വരുമ്പോൾ അന്ന് ചെറിയ റോളാണ്, വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല. അപ്പോൾ കുങ്കുമപ്പൂവിലാണ് ഞാൻ എൻട്രി ചെയ്തത്. അവിടെ നിന്ന് ഞാൻ അതിൽ ആശുശരത്തേച്ചിയും വനിതമ്മയുടെ ഒക്കെ ഉള്ള സമയത്ത് ഞാൻ അതിലൊരു ടീച്ചറായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഈ സിനിമയിൽ വരുമ്പോൾ എല്ലാ ചേച്ചിമാർക്കും പേര് പുഷ്പം എന്നായിരുന്നു. അപ്പോൾ അല്ല എന്നുവെച്ചാൽ ഏജുള്ള ചേച്ചിമാരും ഉണ്ട്, കുറഞ്ഞവരുണ്ട്. അപ്പോൾ പുഷ്പം എന്നത് 3-4 പേരായപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്നിട്ട് പ്ലാൻ ചെയ്തു ഈ പുഷ്പത്തിനെ ഒന്ന് എടുത്തു മാറ്റി പി എന്നുള്ളതിൽ പൂജ എന്നിടാം എന്ന്. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ പൂജയായി. അങ്ങനെ ഫിലിം ഫീൽഡിൽ തന്നെ പൂജ പുഷ്പമായി. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും ഇങ്ങനെ കേൾക്കുമ്പോൾ വെറൈറ്റി ആണല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ കളിയാക്കും, നിനക്ക് അതിലൊരു പാട്ടുള്ളത് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂജ പുഷ്പമേ പൂഴിൽ വീണ, അങ്ങനെ ഒരു പാട്ട് ദാസേട്ടൻ തന്നെ നമുക്കായിട്ട് പാടിയിട്ടുണ്ട്, എനിക്കായിട്ട് പാടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് ഓണപ്പായസത്തിൽ എന്ത് പായസമാണ് പ്രേക്ഷകർക്ക്? ഞാൻ എനിക്കായിട്ടും നമുക്ക് എല്ലാവർക്കുമായിട്ട് വെറൈറ്റി പായസമാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന പായസം കൂടെയാണ്. ഇന്ന് ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയാണ്. ഇത് മാമ്പഴ പായസം എന്ന് പറയും. അപ്പൊ ഇത് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, അതായത് നാരില്ലാത്ത മാങ്ങ, നല്ല വെണ്ണം പഴുത്തതിന് തോലെല്ലാം കളഞ്ഞിട്ട് അതിനെ എടുത്ത് കണ്ടിച്ച് കണ്ടോ കഷ്ണങ്ങളാക്കി അതിനെ പാലിൽ വേവിച്ചതാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. അഥവാ നല്ല നാരില്ലാത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് പീസ് എടുത്തിട്ട് പാലിൽ വേവിച്ച് ഉടച്ചിട്ട് ഞങ്ങള് ഉരുളിയിലിട്ടിട്ട് വേവിച്ചോണ്ടിരിക്കുകയാണ്. ഒരല്പം നെയ്യ് ഒഴിച്ച് അതിനകത്ത് മാമ്പഴം ആദ്യം ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ആ മാമ്പഴം ചൂടായിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാലിൽ വേവിച്ച് വെച്ച മാങ്ങ. ചേച്ചി, അപ്പൊ നമ്മുടെ മാമ്പഴ പായസത്തിലെ വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്? ഇതിപ്പോ പാല് വേണം, ശർക്കര, അതായത് ശർക്കര പാനി ഡാർക്ക് കളറാണ്. അതായത് രണ്ട് തരമുണ്ട്. അതിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെളുത്തിരിക്കുന്നത് കണ്ടോ. ഇതിപ്പോ ഒരു ഗോൾഡൻ കളർ ആയില്ലേ, ഗോൾഡൻ കളർ കറുത്ത ശർക്കര. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കാച്ചി പാനിയാക്കി അതിനെ തണുത്തതാണ്. പിന്നെ 3 ഗ്ലാസ് പാല്. ഇതിപ്പോ നമുക്ക് കുറച്ച് മാങ്ങയേ ഉള്ളൂ, അതുകൊണ്ട് 3 ഗ്ലാസ് പാല്. ഇപ്പൊ 1/2 ഗ്ലാസ് പാലിലാണ് ഞാൻ മാങ്ങ വേവിച്ചെടുത്തത്. പിന്നീട് അതിനകത്ത് ഇടാനായിട്ട് കിസ്മിസ് ഉണ്ട്, ഏലക്കാപ്പൊടി ഉണ്ട്, അതിലൊരു ലേശം ചുക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയുടെ കൂടെ ഇച്ചിരി ചുക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്നട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മിൽക്ക് അത്രയും ആവശ്യമുള്ള അല്ല എങ്കിലും നമുക്ക് സ്വാദിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ചവ്വരി വേവിച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് അതിന്റെ പശയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി, ഓവർ കട്ടി വേണ്ട. നമ്മൾ ആ മാമ്പഴം ഇതിലോട്ടിട്ട് വേവിച്ചിട്ട് അതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു. ഒരു 10 മിനിറ്റ് ഒന്ന് ഇളകണം, എന്നാൽ നമ്മൾ കുറുകി കിട്ടാൻ വേണ്ടി. ഇപ്പൊ കുറുകി തുടങ്ങിയിട്ടുണ്ട്, നല്ല കളറായില്ലേ, മണമൊക്കെ വരുന്നുണ്ടല്ലോ. വന്നു തുടങ്ങി ആ മാമ്പഴത്തിന്റെ മണം. പിന്നെ വിശേഷങ്ങൾ ചോദിക്കട്ടെ ചേച്ചിയുടെ? എവിടെയാണ് വീട്? എവിടെയാണ്? ഞാൻ ചുള്ളിമാനൂർ ദേശത്താണ് ജനിച്ച് വളർന്നത്. ചുള്ളിമാനൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ചുള്ളിമാനൂർ, അതായത് പൊന്മുടിക്കും പാലോടും പോകുന്ന എൻഡ്. ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഭാഗത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് 2 ഭാഗത്തേക്കും പോകാൻ പറ്റൂ. അല്ലാതെ പോവാം, കരിപ്പൂർ വഴിയും പോവാം, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് പിന്നെ എൻ്റെ മാരേജൊക്കെ മന്നൂർക്കോണം എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ ഓണം? അതായത് ഇപ്പം ചേച്ചിയുടെ കുട്ടിക്കാലത്തുള്ള ഓണം സെലിബ്രേഷനും ഇപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഓണം തമ്മിൽ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ മെമ്പേഴ്സ് തന്നെ കൂടുതലുള്ള ഫാമിലിയാണ്. കൂട്ടുകുടുംബം അല്ല, എൻ്റെ അച്ഛനമ്മയ്ക്ക് തന്നെ 11-11
മെമ്പേഴ്സ് കുട്ടികളുണ്ട് വരുന്നു അതിൽ. ഓ ഞാൻ 10th ആണ്. അപ്പൊ ഞങ്ങള് ലേഡീസിന്റെ കൂടുതലുണ്ടായിരുന്നു. 2 മകനെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചെളിയൊക്കെ വെച്ചിട്ട് ഒരാഴ്ചക്ക് മുമ്പ്, ഒരാഴ്ച 2 ആഴ്ചക്ക് മുമ്പ് നമ്മൾ ടൈം എടുത്ത് കൊലയെല്ലാം വെട്ടി നല്ല വിളഞ്ഞ കൊലയൊക്കെ കൊണ്ടുവന്ന് അതിനെ ഒന്ന് പിന്നെ ചെളിയൊക്കെ കൊണ്ട് ഒരാൾ ചെളി എടുക്കും, ഒരാൾ വെള്ളം എടുക്കും. അങ്ങനെ അതിനെ ചവിട്ടി കുഴച്ച് തോലെടുത്തുകൊണ്ട് വന്നിട്ട് കൊലയിൽ ഇങ്ങനെ പിന്നെ എല്ലാം വെച്ചിട്ട് തോലിട്ട് മൂടും അടുക്കി വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ അടുത്ത കൊല വയ്ക്കും. അങ്ങനെ മൂടും. എന്നിട്ട് ഈ മണ്ണ് ചെളി കൊണ്ട് പുതച്ച് അത് വെക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഹോളിടും. ആ ഹോളിലേക്ക് തൊണ്ടും ചുണ്ണാമ്പ് സാധാരണ അതിൽ തേക്കാറുണ്ട്. അതിപ്പോൾ അതൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ തൊണ്ടെല്ലാം കൂടി ഈ ഹോളിലോട്ട് വെച്ചിട്ട് ഊതിയതിനകത്തോട്ട് കയറ്റും. കുറേ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇത് തന്നെ പണി. 3 ദിവസം ആകുമ്പോഴത്തേനും കൊല റെഡിയാവും. പഴുത്ത് കളറാവും. പിന്നെ അതിനെ പൊളിച്ചെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി തൂക്കിയിടും. അത് തന്നെ ഏറ്റവും വലിയൊരു വൃത്തിയാണ്. കാരണം നമ്മളിപ്പോൾ എന്തെല്ലാം കെമിക്കലാണ് കഴിക്കുന്നത്. കാരണം വാഴയിൽ നിന്ന് വെട്ടി ഉടനെ ഒരു പൗഡറൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേനല്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. കല്ല് പോലെ ഇരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു, നാച്ചുറലായിരുന്നു. പിന്നെ നമുക്ക് സദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കണം. എല്ലാവരും പോയി കുളിച്ചിട്ട് വന്നാൽ മാത്രമേ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇലയിട്ട് ഉണ്ണാറുള്ളൂ. ഈ പറഞ്ഞ പോലെ അത്തം തൊട്ട് 10 ദിവസം വീട്ടിൽ സദ്യ ഉണ്ടാക്കോ? അത്രയൊന്നും ഇല്ല. അത്രയും വലിയൊരു ഫാമിലി ഒന്നും, പാവപ്പെട്ട വീട് തന്നെയായിരുന്നു. അത് പറയാൻ പോലെ എനിക്ക് കുഴപ്പമില്ല, സന്തോഷമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഫാമിലിയാണ്. ശരി, തീർച്ചയായിട്ടും. അതിന് തന്നെ അമ്മയൊക്കെ എല്ലാ സാധനങ്ങളും കൊണ്ട് മുളക് അങ്ങനെ നീട്ടെല്ലാം ഇരുത്തി ഞങ്ങളെല്ലാം കണ്ണിലൊക്കെ വെച്ച് തേച്ചിട്ട് ചോന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഓണം സദ്യക്ക് ഇരിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കും. പിന്നെ അത് കഴിയുമ്പോൾ പായസവും കുടിച്ചിട്ട് കുറേ നേരം മത്തടിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ പോയി പന്ത് കളി, പിന്നെ ഊഞ്ഞാലാട്ടം, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ മന്നൂർ കോണത്ത് ചെന്നപ്പോൾ എനിക്ക് വെറൈറ്റി ഒരു അനുഭവമായിരുന്നു. മന്നൂർ കോണത്ത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും റോഡിലേക്ക്, അതായത് വലിയ വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ പണിക്കർ എന്ന് പറയും, അമ്പ്യാക്ഷ പണിക്കർ, ഞങ്ങളുടെ അവിടെയുള്ള പ്രമാണിയായ ഒരാളാണ്. എനിക്ക് വിദ്യാഭ്യാസമായിട്ട് കുറച്ച് പുറകിൽ നിൽക്കേണ്ടി വന്നൊരു കക്ഷിയാണ്. മെമ്പേഴ്സ് കൂടി എൻ്റെ പേരിൽ. അപ്പോൾ ഞങ്ങൾക്ക് പാലൊഴിച്ചു, ആവശ്യമുള്ള പാൽ, അതായത് കുറുക്കാം നോക്കാം, ഇച്ചിരി തീ കൂടെ കൊടുക്കാം. അപ്പോൾ ചൂടായിക്കോട്ടെ, മതിയാവും നമുക്ക് പാല്. കാരണം ഒരുപാട് ഐറ്റം ഇല്ലാത്തതുകൊണ്ട് 3 മാങ്ങ എടുത്തുള്ളൂ. ശരിക്കും 6 മാങ്ങയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ പണിക്കർ അവിടെ പോയപ്പോഴേക്കും ഊഞ്ഞാല് പബ്ലിക് എല്ലാവർക്കും ആടുന്ന രീതിയിൽ തടവാണെന്ന് ചെറിയ ഒരു പുഴയുണ്ട് അടുത്ത്. അപ്പോൾ അവിടെ ഇതുപോലെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് അടിപൊളിയായിരുന്നു. വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇനി 95 വയസ്സായി എൻ്റെ അമ്മ കട്ടിലിൽ കിടക്കുന്ന ഒരു പ്രായത്തിലാണ് ഇന്ന് എനിക്ക്. ആ അമ്മയെ പോലെ ആയാൽ പോലെ എനിക്ക് മനോഹരമായ ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. കാരണം എനിക്ക് നല്ല മെമ്മറീസ് ആണ്. ഇല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ നീളത്തിലാടണമെന്നുള്ള ഒരു ആക്ടറാണ്. കാരണം ഞാൻ ഏറ്റവും സന്തോഷമുള്ള സമയങ്ങളാണ് അവിടെ. ഏറ്റവും വളരെ സന്തോഷം. കാരണം അവിടെ വെച്ചാൽ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിയാത്തതായിട്ടുള്ള 10-18 പേര് ആ ഏരിയയിൽ നിന്ന് തന്നെ മാരേജ് കഴിഞ്ഞു. എൻ്റെ ഒരാളിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ ഏരിയ മൊത്തത്തിൽ എല്ലാവരുടെ, അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സദ്യ കഴിച്ചു എന്ന് പറയുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അങ്ങനെ കൊള്ളാം, നല്ലതായിരുന്നു. ഒരുപാട് പേരുടെ പേരൊക്കെ എനിക്ക് പറയാൻ കഴിയും. അവിടെ ലാലണ്ണൻ, ജോളി ചേച്ചി, കൊച്ചുമോളെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരുമായിട്ടൊരു നല്ല ലിങ്ക് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അവരുടെ ഈ ഫാമിലിയാകുമ്പോൾ പിന്നെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും പായസത്തിന്റെ ഒക്കെ സമയമാണല്ലോ. തീർച്ചയായിട്ടും എന്തൊക്കെ വെറൈറ്റി നമ്മളിപ്പം അറിയാത്ത ഇപ്പോഴാണ് ഈ വെറൈറ്റി പായസങ്ങളൊക്കെ വന്നത്. അന്ന് നമുക്ക് പാൽ പായസവും അല്ലെങ്കിൽ നമുക്ക് അടപ്രഥമൻ, കടലപ്രഥമൻ, ഇത് 3ആണ് ശരിക്ക് അന്ന്. ഇപ്പൊ നമ്മൾ സാധാരണ മാരേജിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഇനി നമുക്ക് ഇത് ചൂടായി കഴിഞ്ഞ് നമുക്ക് ചൗവരിയുടെ ആവശ്യത്തിന് മതി. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ടുള്ളൂ. അത് കൂടുതൽ കട്ടിയാണെങ്കിൽ മാത്രം ആ പാല് കൂടി നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനാണ് അത് വെച്ച് ചെറുതായിട്ട്. ചൗരി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചൗരി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലേവർ അത് ഇഷ്ടമാണല്ലോ. കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാമ്പഴത്തിനകത്ത് വേറെ ഒന്നും ഇല്ലാത്ത കാരണം തേങ്ങ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതല്ല, തേങ്ങ അല്ല ഇടേണ്ടത്, ശരിക്കും കരിക്കാണ്. കരിക്കിന്റെ ചെറിയ കഷ്ണങ്ങളാണ് അതിലിടേണ്ടത്. കരിക്കിന് വറുക്കണ്ട, അല്ലാതെ തന്നെ ഇടാം. പക്ഷെ അതില്ലാത്തതുകൊണ്ട്
ഓക്കെ. അതിടാം. പിന്നെ ഇതിന്റെ മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങൾ ഞുറുക്കി ഇതിനകത്തിടാം. ഇറക്കാറാകും മൂടി വെക്കുന്ന സമയത്ത്. ടേസ്റ്റ് ആയിരിക്കും നല്ല. ഇപ്പൊ ഇതേ കട്ടി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പൊ കട്ടിയായി. ഇനി ബാക്കി പാലും കൂടി ഒഴിക്കണം അല്ലേ? ഇനി ഇറക്കാറാകും. എന്നിട്ട് ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പൊ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനം. അപ്പൊ ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ലേശം ചുക്ക് ചേർത്തിട്ടുണ്ട്. കാരണം വയറ് വല്ല വിഷമം വരാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ല ഗ്യാസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കയും ചുക്കും കൂടിയുള്ള മിക്സ് ആണ്. പ്രത്യേകിച്ച് മണമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ മാമ്പഴ പായസം പിന്നെ ഞങ്ങൾ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അധികം ഉണ്ടാക്കാറില്ല. വീട്ടില് ആദ്യത്തെ വർക്ക് ചെയ്തായിരുന്നു. ആദ്യം വരുന്നത് ഞാൻ കുങ്കുമപ്പൂവില് സീരിയലിലായിരുന്നു, ടീച്ചറായിട്ടായിരുന്നു. അന്ന് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു വരാനൊക്കെ. പക്ഷെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമായി. പിന്നെ അഗ്നിപുത്രിയിൽ വന്നു, യക്ഷിയായിരുന്നു. അപ്പൊ അന്ന് ഡയറക്ടർ ഷിബു സാറായിരുന്നു. ഇപ്പൊ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ചന്ദ്രമഴയിൽ നല്ല ഡോക്ടർ സീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ടു നൂറാ വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമയിൽ ബാബു നാരായൺ സാറ് ഡയറക്ടറായിരുന്നു. ഡയറക്ടർ സാർ ഈ ഇടയ്ക്കാണ് മരിച്ചത്. മമത മോഹൻദാസ്, നൂർജഹാൻ, മറ്റൊരു നൂർജഹാൻ ഉണ്ട്, അത് ഞാനാണ് മറ്റൊരു നൂർജഹാൻ. അപ്പോൾ അത് പിന്നീട് ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് മിലിയിൽ രാജേഷ് പിള്ള സാറിനെ എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്, പുള്ളിക്കാരനും നമ്മളിൽ നിന്ന് മറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ ജയറാമേട്ടനോടൊപ്പം പട്ടാഭിരാമൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഓഫീസ് സ്റ്റാഫായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിജുചേട്ടൻ്റെ നായികയായിട്ടൊരു ക്യാരക്ടർ ചെയ്തു. നായിക എന്നും പറയാം, പേരായിട്ട് എന്നും പറയാം. പക്ഷെ അത് ലാസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതിലേക്ക് വിളിച്ച് തന്നപ്പം ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വന്ന ആദ്യമായിട്ടാണ് ഒരു പായസം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം റെഡിയാണ്. കുറച്ചുകൂടി എന്താണ് ഇളക്കിക്കൊണ്ടിരില്ലെങ്കിൽ പിന്നെ ഇത് ചൂട് കൂടുതലല്ലേ, ഒരു മൂട്ടിൽ തന്നെ തീ വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരിക്ക് വെക്കുമ്പോ ഇത് പുളിശ്ശേരിയല്ലേ, ഇത് മധുരമാണ്, ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പുളിശ്ശേരി എന്ന് പറയാ, തൈര്. അപ്പൊ ഇത് നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല മണം വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മിൽക്ക് മെയ്ഡ് ലേശം കൊടുത്താൽ മതി, കാരണം നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയുണ്ട്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി മാത്രം 2 സ്പൂൺ. അപ്പോൾ നമുക്ക് ക്യാഷിന് ഇടാറായി. ഇട്ടോളൂ. അങ്ങനെയല്ലേ ഇടേണ്ടത്? ഇങ്ങനെ ഇടണം. എല്ലാത്തിനും അതിൻ്റെതായ അതാണല്ലോ അതിൻ്റെ സ്റ്റൈൽ. പിന്നെ മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി എല്ലാം മതി. ഇടട്ടെ? ഇട്ടോളൂ. നമ്മൾ കാഷ്യൂനട്ട് ഇട്ടു. പതിയെ പതിയെ, ഇല്ലെങ്കിൽ തെറിക്കും, കയ്യിലൊക്കെ തെറിക്കും. തേങ്ങാക്കൊത്തല്ലേ ലാസ്റ്റ് ആയിട്ട് തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് മൂപ്പിച്ചതൊന്നും അല്ല, ലൈറ്റായിട്ട്. ഇപ്രാവശ്യം ഓണത്തിന് എന്താണ് വീട്ടിൽ സ്പെഷ്യൽ പായസം? ഇത് തന്നെ ആയിരിക്കും, മാമ്പഴ പായസം ആയിരിക്കും തീർച്ചയായും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിപ്പോ കട്ടിയായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് നമുക്ക് 1/2 ഗ്ലാസ് പാലോളം ഒഴിച്ച് ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ. എല്ലാം ഓക്കെ. മധുരം വേണമെങ്കിൽ മാത്രം ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട്. പഞ്ചസാരയല്ല, ശർക്കരയാ, ഗോൾഡൻ കളർ ശർക്കര. ഇതല്ല മധുരം ഒന്ന് നോക്കിക്കോളൂ. പൊള്ളില്ലേ? ഇപ്പൊ പാൽ ഒഴിച്ചതല്ലേ ഉള്ളൂ. പെമ്പിള്ളാരായ പൊള്ളണ്ടേ? അപ്പൊ നമ്മള് ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാറുണ്ട്. ചേച്ചി ഈ പറഞ്ഞ പോലെ ഒറിജിനൽ പൂക്കളൊക്കെ പറിച്ച് കാട്ടിലൊക്കെ പോയി പൂവൊക്കെ പറിച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ? ചേച്ചി അത്ര ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും. ഞാൻ 74 ജനിച്ചതാണ്. 74. അപ്പൊ ഞങ്ങളുടെ അവിടെ ഇതുപോലെ പൂക്കളൊന്നുമില്ല. ഞങ്ങളുടെ മുറ്റത്തുള്ള മാങ്ങാ ചെടിയിലെ പൂവ്, തുളസിയില, അങ്ങനെയുള്ള പൂക്കളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അന്ന് എല്ലാ ഐറ്റം പൂക്കളൊന്നുമല്ല. നമ്മളിപ്പോൾ 8 കളം ഇടണം അതുപോലെ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ വാടാമല്ലി തീർച്ചയായിട്ടും എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് വാടാമല്ലി, ജമന്തി, പിന്നെ അരളിപ്പൂവ്, നന്ദ്യാർ വട്ടം, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങൾക്ക് പിന്നെ താമരപ്പൂ അങ്ങനെയൊന്നും കിട്ടാറില്ല. അതിന് വരെ വലിയ എന്തെങ്കിലും ഒരു പൂ വയ്ക്കും. അങ്ങനെ 10 ദിവസം ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വലിയൊരു അത്തപ്പൂക്കളൊന്നും ഇല്ല, ചെറുതായിട്ടൊരു പൂക്കൾ. നമ്മൾ പിള്ളേരല്ലേ, നമുക്ക് കളിക്കുന്ന കൂട്ടത്തിൽ ശരി. നിങ്ങളുടെ കാലവും 74 വേറെ ഡിഫറെന്റ് ആണ്.
പണ്ട് അമ്മച്ചിയും അപ്പച്ചനൊക്കെ ശരിക്കും ഇതുപോലെ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ പൂവൊക്കെ പറിച്ചിട്ട് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്. പൂക്കളിപ്പോ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂക്കളില്ല. ഞാൻ വീടിൻ്റെ ഉമ്മറത്ത് വെയിൽ കാരണം മുന്തിരിയാണ് പറത്തിയിരിക്കുന്നത്. അപ്പോൾ മുന്തിരിയെല്ലാം ഇന്നിപ്പോൾ പഴുത്ത് നിൽക്കുന്ന കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ ഓണം ആയി കഴിഞ്ഞാൽ നമ്മുടെ ടി വിയിൽ എല്ലാ ചാനലിലും പുതിയ പുതിയ സിനിമകൾ വരും. അതെടുക്കുക, അത് കാണുക, ഇതൊക്കെയാണ് നമ്മുടെ. പക്ഷെ ഞങ്ങളുടെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒക്കെ വരുമ്പോഴേക്കും കുറേ കാലം എടുത്തു. കാരണം അന്ന് ദൂരദർശൻ 2 ചാനൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഹിന്ദി സിനിമ കാണുക രാത്രി, ശനിയാഴ്ച രാത്രി 12, 1, 1:30, 2 മണി വരെ ഇരുന്ന് ഹിന്ദി സിനിമ കാണുക. പിന്നെ ദൂരദർശൻ ചാനലിലുള്ള ഞായറാഴ്ചത്തെ സിനിമ, ചിത്രഗീതം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ജംഗ്ഷനിൽ, അതായത് കുന്നത്തുമല എന്ന ജംഗ്ഷനിൽ ഒരു പാലമുണ്ട്. ഇപ്പോൾ ഡെവലപ്പായി. പക്ഷെ അന്ന് ആ പാലം ജംഗ്ഷനിൽ എല്ലാവരും കൊണ്ടുവന്ന് ഒരു ടി വി വെച്ചിട്ട് അത് എല്ലാവരും കൂടി, അവിടെ ആരുന്നൊന്നുമില്ല, എല്ലാവരും കഴിയുന്ന എല്ലാവരും, നടക്കാൻ കഴിയുന്ന എല്ലാവരും ജംഗ്ഷനിൽ വന്ന് നമ്മളെല്ലാവരും ഒരു പാലം ജംഗ്ഷൻ തടമാണ്. തടത്തിൽ രാത്രിയിൽ വെളുക്കുവോളം ഇവിടെ ടി വി വെച്ചിട്ട് CD ഇട്ട്, CD അല്ല അന്ന് കാസറ്റാണ്, ആ കാസറ്റ് ഇട്ട് എല്ലാവരും ഒന്നിച്ച് സിനിമ കാണും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നാടകം വെക്കും, പിന്നെ പന്ത് കളി വെക്കും, പിന്നെ ഓണം, പിന്നെ ഒരുപാട് കളികളേ ഉണ്ടായിരുന്നുള്ളൂ ഓണം. ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും എനിക്കതൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അടുത്തൊരു ചെറിയൊരു പുഴയുണ്ട്, ഇവിടെ വെറ്റക്കൊടിയുണ്ട്, സോമൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ ഒരു വെറ്റക്കൊടിയുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ അങ്ങനെ അത് കൂടുമ്പോൾ ബെസ്റ്റ്, നല്ലതായിരുന്നു. പക്ഷെ പിന്നെ ആ ഒരു നാടകം എന്ന് പറയുമ്പോൾ സുധ എന്ന് പറയുന്ന പുള്ളിക്കാരാണ് ക്യാരക്ടർ. അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു യക്ഷി എന്നുള്ളൊരു കഥാപാത്രം, അതായത് മഹാബലിയൊക്കെ വരുമോ? പിന്നെ അതൊക്കെ ഉള്ളു എന്ത് കിട്ടും പറയാ, തോലുമാടൻ. അതായത് ഇത് വാഴയുടെ ഇലയൊക്കെ കെട്ടി വെച്ചിട്ട് പാട്ടയും കൊണ്ട് അടിച്ചടിച്ച് പിള്ളേരെല്ലാം വന്ന് കുട്ടികളൊക്കെ പേടിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി മധുരം നോക്കിയാലോ. റെഡി ആയിട്ടുണ്ടല്ലേ? ഓ റെഡി. നല്ല നല്ല കളറല്ലേ? നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. മാംഗോയുടെ ആ കളറും കൂടെ വന്നപ്പോൾ അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ മാമ്പഴ പായസം എങ്ങനെയുണ്ടോ നോക്കട്ടെ. ചൂടുണ്ട്, ചെറു ചൂടുണ്ട്. ചുണ്ടെന്ന് പൊള്ളിക്കണ്ട. സോദൂറും പായസം, പൂജ, പുഷ്പം ബ്രാൻഡ്. ശരിക്കും പഴുത്ത മാങ്ങ ഇങ്ങനെ കടിച്ചിടണ പോലുണ്ട്. എന്നെ പൊക്കി പറയാൻ വേണ്ടിട്ടാണോ? സൂപ്പർ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പായസം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. ഇത് പൂജ പുഷ്പത്തിന്റെ വെറൈറ്റി അല്ലേ? പൂജ പുഷ്പം. നമ്മൾ ഫിലിം ആക്ടേഴ്സ് ഒക്കെ കുക്ക് ചെയ്യോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ഓക്കെ, അതാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൂജാ പുഷ്പത്തിന്റെ സ്പെഷ്യൽ മാമ്പഴ പായസം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ വന്ന് ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു. എനിക്ക് ഇതുവരെ കേൾക്കാത്ത കുറെ കഥകളൊക്കെ കേട്ടു ഞാൻ, മറ്റേ പഴക്കൊലയുടെ കഥകളൊക്കെ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. പുതിയ അനുഭവമായിരുന്നു. അതെ അതെ, എല്ലാവർക്കും നല്ലൊരു ഓണാശംസ ഞാൻ നേരുന്നു. കമതി ചാനലിലെ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ട് അഭിപ്രായം പറയാം. സന്തോഷം. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും കാണാം.